ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അഞ്ജലി, ജീവൻ, അമൽ എല്ലാവരോടും ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ അമൽ ഇങ്ങനെ ചോദിക്കുകയാണ്, താനല്ലേ പറഞ്ഞത് അർജുൻ വരുമെന്ന്? അതെ, വരും. നമ്മളെ ആ അർജുനിലേക്ക് സമ്മർദ്ദം ഉണ്ടാക്കാൻ ആ മാനർജുനെയും സഹായിയും വിട്ടിരുന്നോ? അവരവരെ കണ്ടിരുന്നു. എന്നിട്ട് ഏത് നിമിഷവും വീട് പൊളിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണെങ്കിലും അവൻ എന്നെ കാണാൻ വരിക തന്നെ ചെയ്യാം. ഞാൻ ചോദിച്ചത് അവൻ തരും, തന്നിരിക്കും. അത് ജീവിതം തന്നെ തകർക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതേണ്ട അഞ്ജലിയുടെ ഫോൺ ബെല്ലടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവനാ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേണ്ട അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഹലോ, എന്താ അർജുൻ വിളിച്ചത് എന്ന് ചോദിച്ചു. എന്തിനാ തന്നെ നീ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്? പറ. ഞാൻ ആവശ്യപ്പെട്ടത് തരാതെ എന്നെ വെല്ലുവിളിച്ചത് നീ പോയതല്ലേ. ഇപ്പം എന്തിനാ നീ എന്നെ വിളിച്ചത്? നീ വീട്ടിലുണ്ടല്ലേ? ആ ഉണ്ട്, ഞാൻ ഇപ്പം അവിടേക്ക് വരാം എന്ന് പറഞ്ഞു. നീ ആവശ്യപ്പെട്ടത് ഞാൻ തരാം. ശരി, എന്നാൽ പെട്ടെന്ന് വാ. നിന്റെ ഭാര്യയുടെ വീട് പൊളിക്കാനായിട്ട് ഇവിടെ ടീം റെഡി ആയിട്ട് നിൽക്കുക. നീ വേഗം വാ അർജുൻ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അർജുൻ ഫോൺ വെച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അവൻ വരും, അവൻ ഞാൻ ചോദിച്ചത് തരും. നിങ്ങൾ മറഞ്ഞു നിന്ന് അതൊന്ന് ഷൂട്ട് ചെയ്യണം. ആ വീഡിയോ അവൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവൻ്റെ കുടുംബം തകരട്ടെ. മീനുവും അവനും അകലും. എൻ്റെ സ്വപ്നം നടക്കും. ഞങ്ങൾ എന്തിനും റെഡി അല്ലേ ജീവ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ് അഞ്ജലിയുടെ. അപ്പോൾ എന്താ സന്തോഷം, ഭയങ്കര എക്സ്പ്രഷനാണ് കേട്ടോ. പിന്നെ കാണുന്ന അഖിലേനെയാണ്. അപ്പോൾ ഗൗതം ആണെങ്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അഖിലേക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഓഹോ, അപ്പം അവൻ്റെ മനസ്സിൽ ഇതൊക്കെയാണല്ലേ. അവന് എന്നോടുള്ള സ്നേഹം ഒരു തരിമ്പ് പോലും അവൻ്റെ മനസ്സിലില്ല. ഞാൻ ഒരിക്കലും അവൻ്റെ മനസ്സിൽ കയറിയിട്ടില്ലേ എന്നൊക്കെ ഓർത്ത് അഖില ആകെ വിഷമിച്ച് ദുഃഖിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അർജുനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അർജുനും അങ്ങോട്ടേക്ക് എത്തി. അവൻ വന്നു എന്നാണ് തോന്നുന്നത്. ജീവ നീ പോയി വേഗം ക്യാമറ ഓൺ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും മറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജലി എന്ന് വിളിച്ച് കോളിംഗ് ബെല്ലടിച്ചിട്ട് അതിനകത്തേക്ക് കയറി വരികയാണ്. ആഹാ അർജുൻ, നീ എത്തിയല്ലോ. എന്താ അർജുൻ? അല്ല, നീ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. എന്താ നിനക്ക് കുടിക്കാൻ എടുക്കേണ്ടത്? ചായയോ അതോ കാപ്പിയോ? എന്താ വേണ്ടത്? അഞ്ജലി പ്ലീസ്, നീ അച്ഛനോട് പറഞ്ഞ് കാശ് അടയ്ക്കാനായിട്ട് ഒരവധി കൂടി മേടിച്ചിട്ടാ. വീടിടിച്ച് തികത്തരുതെന്ന് നീ ഒന്ന് പറയാ. ഇത് പറയാനായിട്ടാണോ നീ വന്നത്? പ്ലീസ് അഞ്ജലി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ആ വീട് നഷ്ടപ്പെട്ട തീർന്നു ആ കുടുംബം. അതുകൊണ്ടായി പറയണത്. വലിയ വെല്ലുവിളിയോട് പോയ ആളാണല്ലോ. എന്താ കെഞ്ചി കാല് പിടിക്കുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കണത്? പ്ലീസ് അഞ്ജലി. നടക്കില്ല അർജുൻ എന്ന് പറഞ്ഞു. അഞ്ജലി, നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിച്ചു. 3 വർഷമാണ് ഞാൻ നിൻ്റെ പുറകെ നടന്നത്. നിന്നെ ഞാൻ പ്രണയിച്ചു. എന്നിട്ടോ ഒടുക്കം ഞാൻ കല്യാണം കഴിക്കാമെന്ന് വരെ നീ എനിക്ക് വാക്ക് തന്നോ? അവസാനം നീ എന്നോട് ചെയ്തത് എന്താ അർജുൻ? എന്നെ ഇങ്ങനെയാക്കിയത് നീ മാത്രം അർജുൻ. കഴിഞ്ഞതൊക്കെ നീ മറന്നുകളാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല, ഒന്നും മറക്കില്ല. ഞാൻ പറഞ്ഞത് ചെയ്താൽ ആ വീട് നഷ്ടപ്പെടില്ല. ഇല്ലെങ്കിൽ ആ വീട് ഞാൻ ഇടിച്ചു നിരത്തും. ഒരു സംശയമില്ല. എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എനിക്ക് വേണ്ടതൊരു കിസ്, നിനക്ക് വേണ്ടതൊരു വീട്. ഇതിനൊരു തീരുമാനം നീ എടുക്ക അർജുൻ. എന്താ പറഞ്ഞതനുസരിക്കാം എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇപ്പം എന്താ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. പെട്ടെന്നൊരു തീരുമാനം എടുക്കുക. എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞു. എന്താ അത് തന്നിട്ട് വീട് സംരക്ഷിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ ഭയങ്കര ത്രില്ലിൽ നിൽക്കുകയാണ് നമ്മുടെ ജീവനും അതുപോലെ തന്നെ അമലും ഫോട്ടോ എടുത്തുകൊണ്ട് അപ്പുറത്ത്. ശരി തരാം എന്ന് പറഞ്ഞു. എന്നാ താ, വെരി ഗുഡ്, നല്ല തീരുമാനം. എങ്കിൽ ഇത് ഇവിടെ തന്നെ താ എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ കുറേ നേരം നിന്നപ്പോൾ നീ കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞു. ശരി, കണ്ണടയ്ക്കാം. അപ്പോൾ അഞ്ജലി കണ്ണൊക്കെ അടച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മീനും അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യണത്. ഇത് കണ്ട് ജീവനും അമലും ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിപ്പോയി. ഇവളെപ്പോൾ വന്നു എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇനിയാണല്ലോ മൊത്തം ട്വിസ്റ്റ്. എന്ത് ചെയ്യുമെന്തോ. അപ്പം അഞ്ജലി കണ്ണങ്ങനെ അടച്ചു പിടിച്ചിരിക്കുക. പെട്ടെന്ന് താ അർജുൻ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കൊണ്ടുത്തേക്കാന്ന് അർജുൻ പറഞ്ഞു. നിനക്ക് തരുന്നത് അർജുൻ അല്ലടി, മീനുവാ. ഒന്നും നോക്കിയില്ല. മീനു കൈ ആഞ്ഞിതേണ്ട അഞ്ജലിയുടെ കരണക്കുറ്റി നോക്കി ഒരൊറ്റ അട്ടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്.
നീയോ എന്ന് ചോദിച്ചു. നീ എന്നെ തല്ലി അല്ലടി, നിന്നെ ഞാൻ എന്ന് പറഞ്ഞ അഞ്ജലി വേഗം നമ്മുടെ മീനുവിൻ്റെ നേരെ കൈ ഉയർത്തുകയാണ്. അപ്പം അർജുൻ കയറി കൈ കയറി പിടിച്ചു കേട്ടോ. വേണ്ട, അത് വേണ്ട കേട്ടോ, മിണ്ടി പോവരുത്, നീ നാണം കൊണ്ടോടി നിനക്ക്? അന്യനായൊരു പുരുഷനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഛേ, ഇത്ര ഉളുപ്പില്ലാത്തവള്. ഒരു കാലത്ത് നീയും അർജുനും പ്രണയത്തിലായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അതൊക്കെ അവസാനിച്ച് കഴിഞ്ഞു. ഇന്ന് ഇവൻ എൻ്റെ ഭർത്താവാണ്, എൻ്റെ മാത്രം ഭർത്താവ്. പഴയ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ പുറകെങ്ങാനും നടന്നാൽ ആടിച്ച് നിൻ്റെ പല്ല് ഞാൻ താഴെയിടും, മനസ്സിലായോടി എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. നീ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അർജുനനോട് പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും തന്നെ ഇല്ല അഞ്ജലി, അത് നീ ആദ്യം മനസ്സിലാക്കുക. നിനക്ക് ടൊർണം തരാൻ ഞങ്ങൾ തീരുമാനിച്ച് തന്നെ വന്നതാ. ഇവൻ നിനക്ക് ഒരു ഉമ്മ തരും എന്ന് കരുതിയ നീ എന്തൊരു മണ്ടിയാടി. നിർത്തി, നീ കുറേ നേരമായല്ലോ പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചു അഞ്ജലി. പ്രസംഗമല്ല നിനക്ക് തരേണ്ടത്, അടിയാണ് അടി, മനസ്സിലായോ? നാണം കെട്ടവളെ, നീയൊക്കെ എന്ത് മനുഷ്യത്തെയാടി എന്ന് ചോദിച്ചു. അല്ല, അർജുൻ മറ്റു പലരെയും പോലെ ആണെന്ന് നീ കരുതിയോ? നീ ചോദിച്ചാൽ ഉടനെ അങ്ങ് എടുത്തു തരാനായിട്ട്? ആ പിന്നെ ഇവൻ ഇതൊക്കെ കൊടുക്കാനല്ലേ ഞാൻ ഇവിടെയുള്ളത്? മതി, നിർത്ത. രണ്ടുപേരും വന്ന് എന്നെ അപമാനിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. ഈ നിമിഷം നിൻ്റെ വീട് ഞാൻ ഇടിച്ച് നിരപ്പാക്കും, കാണിച്ചു തരാടി എന്ന് പറഞ്ഞു. നിൻ്റെ വീട് എവിടെയായിരുന്നെന്ന് പോലും നിനക്ക് മനസ്സിലാവില്ല, കാണിച്ചു തരാം. ആ പരുവത്തിലാക്കൂടി ഞാൻ. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേടി എന്ന് ചോദിച്ച് ഒരെണ്ണം കൂടി അങ്ങ് വെച്ച് കൊടുത്തു നമ്മുടെ അഞ്ജലിക്ക് മീനു. അപ്പം രണ്ടാമതും കിട്ടി, വയറ് നിറച്ച്. ആഹാ, നീ എന്നെ വീണ്ടും തല്ലിയല്ലേ, നിന്നോട് ഞാൻ ക്ഷമിക്കില്ല, ഇപ്പം കണ്ടോ നിൻ്റെ വീടെന്താവുമെന്ന്. അപ്പോൾ അഞ്ജലി വേഗം തന്നെ ഫോൺ എടുത്ത് നമ്മുടെ ശേഖരൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശേഖരൻ ഓഫീസിൽ തന്നെ ഉണ്ട്. അപ്പോൾ വേഗം തന്നെ വിളിച്ചു. ആ, എന്താ മോളെ, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചോ. പറ. എന്നാ അച്ഛാ, എന്താണെങ്കിലും ആ വീട് ഇപ്പം തന്നെ ഇടിച്ചു നിരത്തിയാൽ വൈകിക്കണ്ട. അയ്യോ, അത് നടക്കില്ല മോളെ, കോടതി ഉത്തരവുണ്ട്, അവർ കോടതിയെ സമീപിച്ചോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞു. ഛേ എന്ന് പറഞ്ഞ് വേഗം അഞ്ജലി ഫോൺ വെച്ചു. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞു. എന്താ അഞ്ജലി, നീ വീടിടിച്ച് നിരത്തുന്നില്ലേ? വേഗം ചെല്ല്, നീ എന്താ പോവാത്തത്? എന്താഞ്ജലി, ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് നീ ഒരിക്കലും കരുതി കാണില്ല അല്ലേ അഞ്ജലി? മതിയോ നിനക്ക്? അപ്പോൾ ഇവന്മാർ വീണ്ടും വീഡിയോയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതെ, നീ വിചാരിക്കാതെ കിട്ടുന്ന അടിക്ക് നല്ല വേദന കൂടും. എങ്ങനെയുണ്ട് ഈ അടി, കൊള്ളാവോ, നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ അഞ്ജലിയും പിന്നെ മീനും അർജുനും ഒക്കെ നിൽക്കുകയാണ്. അഞ്ജലി കല്ലിപ്പൂണ്ടാണ് നിൽക്കുന്നത്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അയ്യോ, എന്നാൽ പിന്നെ മീനു നമ്മൾ പോവല്ലേ? ഇവള് നിന്നോട് ഒരു കാര്യം ചോദിച്ചായിരുന്നല്ലോ, ഇവളുടെ മുന്നിൽ വെച്ചിട്ട് നീ ആ സാധനം എനിക്കെന്ത് താ, അപ്പോൾ ഇവളൊന്ന് കാണട്ടെ അർജുൻ എന്ന് പറഞ്ഞു. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ അമ്മോ. അപ്പം തിരിഞ്ഞു നിൽക്കുകയാണ് ഇവൾ. അത് കണ്ട് ബോധം കെട്ട് മരിക്കട്ടെ അർജുൻ, നീ താ അർജുൻ എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട അർജുനെ കെട്ടിപ്പിടിച്ചു മീനു. അപ്പം മീനുവിനെയും കെട്ടിപ്പിടിച്ച് അർജുൻ ഒരു ഉമ്മയങ്ങ് കൊടുക്കുക. ഐ ലവ് യു അർജുൻ, ഐ ലവ് യു ടു എന്ന് പറഞ്ഞു. അതെ, ഇപ്പം മനസ്സിലായോ നിനക്ക്, ഞങ്ങൾക്കിടയിൽ നീയില്ല. നീ എന്നല്ല നിൻ്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും ഞങ്ങളെ പിരിക്കാനും കഴിയില്ല. ഇപ്പം മനസ്സിലായോ അഞ്ജലി നിനക്ക്? അപ്പോൾ അഞ്ജലിക്ക് കലി എന്ന് പറഞ്ഞാൽ പറയണ്ട. വാ അർജുൻ, നമുക്ക് പോവാം അർജുൻ. അപ്പോൾ രണ്ടുപേരും കൈയൊക്കെ കോർത്ത് പിടിച്ച് അഞ്ജലിയുടെ മുന്നിൽ കൂടി തന്നെ ഇതേണ്ട നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതർ പോലെ തന്നെ ഇറങ്ങി പോവാണ്. ഇതുകൊണ്ട് കലി പൂണ്ട് ഇവളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയാത്ത അവസ്ഥ. പിന്നെ നമ്മൾ കാണുന്നത് രാജേന്ദ്രനെയാണ്. ആളാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അർജുൻ വരുന്നത്. മാമ, എന്തായി അർജുൻ, എന്തെങ്കിലും ആയോ? ഒരു അവധി കൂടി അവർ തരുമോ? എന്തായി മോനെ? അല്ല, എല്ലാം നഷ്ടപ്പെടുമോ എനിക്ക്? എന്താ മോനെ ഞാൻ ചെയ്യേണ്ടത്? മോനെ ബുദ്ധിമുട്ടിക്കാണെന്ന് തോന്നരുത്, വേറെ ഒരാളും സഹായത്തിന് എനിക്കില്ലാത്തത് കൊണ്ടാ. മാമൻ വെറുതെ സെൻറ്റിമെൻറ്റ്സ് ആക്കണ്ട, പേടിക്കാനൊന്നുമില്ല. വേണ്ട രീതിയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. വീടും സ്ഥലവും ഒന്നും നഷ്ടപ്പെടില്ല. ഇടിച്ച് നിരത്താൻ പോയിട്ടു ഇവിടുന്ന് ഒരാണി പോലും പിഴുതെടുക്കാൻ കഴിയില്ല അവർക്ക്. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ സാധിച്ചു മോനെ ഇതൊക്കെ? അതൊക്കെ സാധിച്ചു. സന്തോഷമായി മോനെ, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയതായിരുന്നു ഞാൻ.
എന്നാലും ഇപ്പം എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മാമ, സാവകാശം തിരിച്ചടിച്ചാൽ മതി. മാമനെ പുറത്താക്കാനായി ഇനി ആരും ഇവിടേക്ക് വരില്ല കേട്ടോ. പിന്നെ മാമൻ വിഷമിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. പെട്ടെന്ന് തന്നെ മാമൻ്റെ അസുഖമൊക്കെ മാറും, ആരോഗ്യം പഴയ നിലയിലേക്ക് എത്തും. ആ സമയത്ത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ എല്ലാ സന്തോഷവും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. മാമ, മീനുവിനെ അഖിലേയും കൂട്ടി ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ വേറൊരു ദിവസം വരാം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാമൻ എന്നെ വിളിക്കണം. വിളിക്കാം മോനെ. അപ്പം ശരി എന്ന് പറഞ്ഞ് മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാജേന്ദ്രന് ഭയങ്കര സന്തോഷമായി. ഇപ്പോഴാണ് ആൾക്കൊരാശ്വാസം വന്നത്. മീനു ആണെങ്കിലോ നമ്മൾ പഴയ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുൻ മീനുവിൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. എന്താ അർജുൻ എന്ന് ചോദിച്ചു. മീനു, ഞാൻ പുറത്ത് വരെ ഒന്ന് പോവാ എന്ന് പറഞ്ഞു. എന്നാൽ പോയിട്ട് വാ അർജുൻ എന്ന് പറഞ്ഞു. എന്തെങ്കിലും അർജുൻ എന്നോട് പറയാനുണ്ടോ? അപ്പോൾ എന്തോ പറയാനുള്ളത് പോലെ മീനുവിന് തോന്നി. ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും അർജുൻ അവിടെ നിൽക്കുകയാണ്. എന്താ അർജുൻ, എന്താണെന്ന് വെച്ചാൽ പറയുക, എന്താന്ന് പറഞ്ഞോ? അപ്പോൾ വേഗം അർജുൻ കസേരയൊക്കെ വലിച്ചിട്ട് മീനുവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്താ? അല്ല മീനു, ഈ വീട് സ്ഥലവും പണയത്തിലാണ്. അഞ്ജലിയുടെ അച്ഛൻ ശേഖറിൻ്റെ ഫിനാൻസ് കമ്പനിയിലാണ് അങ്കിള് ഇത് വീട് പണയം വെച്ചിരിക്കുന്നത്. ആധാരം തിരിച്ചടിക്കാനായിട്ട് മാമന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങേണ്ടി വരും മീനു എന്ന് പറഞ്ഞു. മീനുവിന് അതൊരു ഷോക്കായിരുന്നു കേട്ടോ ആദ്യം കേട്ടപ്പം. പെട്ടെന്ന് ഞെട്ടിപ്പോയി. അല്ല, നിയമപരമായി വീടും സ്ഥലവും അവരുടെ പേരിലാവും. നാളെ നമ്മൾ ഇവിടെ നിന്ന് എന്താണേലും ഇറങ്ങേണ്ടി വരും മീനു. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പറയാനായിട്ട് വീട് ഇടിച്ച് നിരത്തുമെന്നാണ് പറയണത്. എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത്? എന്ത് ചെയ്യും ഞാൻ? എന്തിനാ അച്ഛൻ നമ്മളറിയാതെ വീട് സ്ഥലമൊക്കെ പണയപ്പെടുത്തിയത് എന്ന് ചോദിച്ചു. അല്ല, എന്നത്തെ കടം വീട്ടാനായിട്ട് തോട്ടം വിറ്റു എന്നല്ലേ അച്ഛൻ പറഞ്ഞത്? കടം വാങ്ങിയത് ഒരു പ്രധാനപ്പെട്ട ഒരാവശ്യത്തിന് വേണ്ടിയായിരുന്നു. തൽക്കാലം മീനു അത് നീ അറിയണ്ട എന്ന് പറഞ്ഞു. എന്നാലും അർജുൻ, അത് ഞാൻ എന്തായാലും അഞ്ജലിക്കൊരു കേസ് കൊടുത്താൽ വീട് സ്ഥലവും നഷ്ടപ്പെടില്ല, തിരിച്ചെടുക്കാൻ സാവകാശം തരാം എന്നാ അഞ്ജലി പറയണത്. ഇതോടെ കേട്ടപ്പോൾ മീനു കലി വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. മീനു, എന്താ ചെയ്യേണ്ടത്? എനിക്കത് കഴിയില്ല. എന്താണെങ്കിലും പക്ഷേ വീട് സ്ഥലവും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യണം. നമ്മൾ എന്തു ചെയ്യും മീനു? അർജുൻ ടെൻഷൻ അടിക്കാതിരിക്കുക, നമുക്കൊരു വഴിയുണ്ടാക്കാം. അപ്പോൾ മീനുവിൻ്റെ ഐഡിയ പ്രകാരമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിയത് കേട്ടോ. മീനു അത് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അർജുൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ തന്നെ ഇരുന്ന് ആലോചിച്ചിരിക്കണത്, ചിരിക്കുന്നത്? ഒന്നുമില്ല, നമ്മുടെ പ്ലാനിങ്ങും അഞ്ജലിക്ക് കിട്ടിയ അടിയും ഒക്കെ ആലോചിച്ച് ചിരിച്ചു പോയത് എൻ്റെ അർജുൻ. അവൾക്ക് വല്ലാത്തൊരു തിരിച്ചടി തന്നെ ആയിരിക്കും. അല്ല, അച്ഛൻ വീട് സ്ഥലവും എന്തിനാ അർജുൻ പണയപ്പെടുത്തിയത്? അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. തൽക്കാലം ഈ സന്തോഷത്തിൽ അത് ഞാൻ പറയണില്ല, പിന്നെ ഞാൻ പറയാം. തൽക്കാലം നമുക്കെന്നാൽ വീട്ടിലേക്ക് പോകണ്ടേ? നീ വേഗം അഖിലയോടും പറ, റെഡി ആവുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ അങ്ങോട്ടേക്ക് പോയി. പിന്നെ കാണുന്നത് ശേഖരനെയാണ്. അപ്പോൾ ശേഖരനെ ഈ വീഡിയോസൊക്കെ വന്നപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ എൻ്റെ മോളെ തല്ലിയല്ലേ, നിങ്ങളത് കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചാൽ ജീവനോടും അമലിനോടും തട്ടിക്കയറുകയാണ് ശേഖരൻ. ഇനി ഒരിക്കലും ഇവക്ക് എന്ത് പറ്റിയാലും അല്ലെങ്കിൽ ഇവക്ക് എന്ത് വേണമെങ്കിലും അത് വാങ്ങിക്കൊടുക്കുന്നയാളായി ശേഖരൻ. ഇനി ഇവരെ ഒന്നും ചെയ്യാതെ നീ വിട്ടൂല്ലേ? സാറ് പറഞ്ഞു എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, അത് ചെയ്തിരിക്കും എന്ന് ഉടനെ ജീവൻ. എങ്കിൽ ഇവളെ കൊല്ലണം എന്ന് പറഞ്ഞു ഉടനെ അഞ്ജലി. ഇവളെ കൊല്ലാൻ പറ്റുമോ നിങ്ങൾക്ക്? പറയാ, എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയാ, ഞാൻ അടുത്തയാളെ ഏൽപ്പിച്ചോളാം. സാർ വിഷമിക്കണ്ട, ഞങ്ങളത് ചെയ്തിരിക്കും. എന്നാൽ ഇന്ന് രാത്രി തന്നെ അത് ചെയ്യണം. മീനുവിനെ ഇനി ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. തൽക്കാലം അർജുനെ ഒന്നും ചെയ്യണ്ട. മീനു മരിച്ചു കഴിയുമ്പം അവൻ ആ ദുഃഖത്തിൽ അവൻ തന്നെ ആത്മഹത്യ ചെയ്തോളും എന്ന് അഞ്ജലി ഇങ്ങനെ ഇവരോട് പറയണം. ശരി, എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാത്രി തന്നെ അത് നടന്നിരിക്കണം. പിന്നെ കേസ് വഴക്ക് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇന്ന് വൈകിട്ട് ചെയ്ത ശേഷം നാളെ രാവിലെ നിങ്ങൾ ഇവിടെ വരണം. എന്നിട്ട് ഇവിടെ വെച്ചൊരു പാർട്ടി, എന്താ മനസ്സിലായോ? അപ്പോൾ എല്ലാ കണക്കുകൂടലും ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.